പൊറോട്ട നല്ലവനോ അതോ വില്ലനോ ഈ വീഡിയോ കണ്ടു നോക്കൂ. നമസ്കാരം. നമ്മൾ മലയാളികളുടെ ഇഷ്ടവിഭവമാണല്ലോ പൊറോട്ട. അതിനെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല, അല്ലേ? എന്നാൽ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ഈ പൊറോട്ട ശരിക്കും നമ്മുടെ പാചകകലയിലെ ഒരു നിധിയാണോ, അതോ നമ്മളറിയാതെ നമ്മുടെ ആരോഗ്യത്തിന് പണി തരുന്ന ഒരു കെണിയാണോ? വരൂ, നമുക്കിതിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ എന്താണ് ഈ പൊറോട്ടയെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? അതിൻ്റെ ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഘടന തന്നെയാണ് പ്രധാന കാരണം. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിലോ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പാളികളായി അടർന്നു വരുന്ന ആ ഒരു ഫീൽ, അത് വായിൽ വെക്കുമ്പോഴുള്ളൊരു അനുഭവം ശരിക്കും വേറെ ലെവലാണല്ലേ. ഈ പൊറോട്ടയെ ശരിക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് ഊളിയിടണം. ഇത് വെറുമൊരു ഫുഡിൻ്റെ കഥയല്ല കേട്ടോ. വ്യാപാരത്തിൻ്റെയും പല നാടുകളിലേക്കുള്ള മനുഷ്യരുടെ യാത്രയുടെയും സംസ്കാരങ്ങൾ തമ്മിൽ ചേർന്നതിൻ്റെയുമൊക്കെ ഒരു വലിയ കഥയുണ്ടിതിന് പിന്നിൽ. അതായത് ഇതൊരു ലോക്കൽ ഐറ്റം മാത്രമല്ല, ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് പുറകിലാണ്. അറബ് കച്ചവടക്കാർ നമ്മുടെ മലബാർ തീരത്ത് ഈ ആശയം എത്തിച്ചതിൽ നിന്നാണ് തുടക്കം. പിന്നെ 19-ാം നൂറ്റാണ്ടിൽ ശ്രീലങ്കൻ തൊഴിലാളികൾ വഴി തൂത്തുക്കുടിയിൽ ഇതിൻ്റെ വേറൊരു വേർഷൻ വന്നു. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ കേരളത്തിലെ പൊറോട്ട ഇത്രയും പോപ്പുലറായത് 70കളിലും 80കളിലുമൊക്കെ തട്ടുകടകൾ സജീവമായതോടെയാണ്. ഇന്ന് നോക്കിയാലോ, ലോകം മുഴുവൻ ഇതിൻ്റെ പല രൂപങ്ങളുണ്ട്. ഈ യാത്രക്കിടയിൽ പൊറോട്ട ഓരോ നാട്ടിലും ഓരോ രൂപമെടുത്തു. അങ്ങനെ വലിയൊരു കുടുംബം തന്നെ ഉണ്ടായി. നമ്മുടെ സ്വന്തം മലബാർ പൊറോട്ട, ആ ചതുരത്തിലുള്ള ബീച്ച് പൊറോട്ട, പിന്നെ മധുരയിലെ ബൺ പൊറോട്ട, അരിഞ്ഞിട്ട് മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കുന്ന കൊത്തു പൊറോട്ട, അവസാനം ഇപ്പോൾ വന്ന നൂൽ പൊറോട്ട വരെ. ഓരോന്നിനും അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റും സ്റ്റൈലുമാണ്. അപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയറുകൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? വെറുതെ മാവ് കുഴിച്ചാൽ മതിയോ? ഏയ്, അതിനു പിന്നിൽ നല്ല കിടിലനൊരു സയൻസ് തന്നെയുണ്ട്. ഇതൊരു 5 സ്റ്റെപ്പുള്ള വളരെ കൃത്യമായൊരു പ്രോസസ്സാണ്. ആദ്യം തന്നെ നല്ല ഗ്ലൂട്ടനുള്ള മൈദ എടുത്ത് നന്നായി കുഴച്ച് നല്ല ഇലാസ്റ്റിക് പരുവത്തിലാക്കും. പിന്നെ ആ മാവിനെ കുറച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. എന്തിനാണെന്നോ, ആ ഗ്ലൂട്ടൻ നെറ്റ്വർക്ക് ഒന്ന് റിലാക്സായി മാക്സിമം വിലിയാൻ വേണ്ടിയാണ്. അതിനുശേഷം ആ മാവിനെ നേർപ്പിച്ചു പരത്തി എണ്ണ പുരട്ടി ചുരുട്ടിയെടുക്കും. അപ്പോഴാണ് ലെയറുകൾ ഉണ്ടാകുന്നത്. ഇനി ഇത് ചൂട് തവയിലിടുമ്പോൾ ആ എണ്ണ പുരട്ടിയ ലെയറുകൾക്കിടയിൽ നീരാവി കുടുങ്ങും. ആ പ്രഷറിലാണ് ഓരോ ലെയറും വിട്ടുവിട്ട് വരുന്നത്. തീർന്നില്ല, അവസാനത്തെ ആ ഒരു അടിയില്ലേ, ആ അടിയാണ് പാളികളെല്ലാം പെർഫെക്റ്റായി വേർതിരിച്ച് നമുക്ക് മുന്നിലെത്തിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ പൊറോട്ടയുടെ നല്ല വശങ്ങളാണ് കണ്ടത്. പക്ഷേ ഈ കഥയ്ക്ക് ഒരു മറുവശമുണ്ട്. ഈ കിടിലൻ രുചിക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ ഒരു ലാബിലേക്ക് പോവുകയാണ്. ഈ പൊറോട്ട നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കൊഴുപ്പിൻ്റെ കാര്യം നോക്കാം. ഒരൊറ്റ പൊറോട്ട, വെറും ഒരെണ്ണം, അതിൽ ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള പൂരിത കൊഴുപ്പിൻ്റെ, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഏകദേശം 60% വരെ ഉണ്ടാകാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരൊറ്റ പൊറോട്ടയിൽ നിന്ന്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ നമ്മൾ ഉപയോഗിക്കുന്ന മാവാണ്, അതായത് മൈദ. ഗോതമ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ മൈദയിലെ ഫൈബർ അഥവാ നാരുകൾ ഇല്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് റോക്കറ്റ് പോലെ കുതിച്ചുയരും. നേരെ മറിച്ച് ഗോതമ്പ് പൊറോട്ടയാണെങ്കിൽ അതിൽ ഫൈബർ ഉള്ളതുകൊണ്ട് ഷുഗർ ലെവൽ പതുക്കെയാണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൈദ പൊറോട്ട കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും വിശക്കുന്നത്. ഇങ്ങനെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുകയും താഴുകയും ചെയ്യുന്നത് ഒരു സ്ഥിരം പരിപാടിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ചെയിൻ റിയാക്ഷൻ തന്നെ നടക്കും. ശരീരം കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കി തുടങ്ങും. പക്ഷേ കുറേ കഴിയുമ്പോൾ കോശങ്ങൾ ഈ ഇൻസുലിനോട് പ്രതികരിക്കാതെയാകും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പാൻക്രിയാസിന് ഓവർലോഡ് കൊടുക്കും. കാലക്രമേണ അതിൻ്റെ പ്രവർത്തനം കുറയും. ഇന്ന് കാണുന്ന ടൈപ്പ് 2 പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങളിലൊന്നിതാണ്. ഇനി വേറൊരു പ്രശ്നമുണ്ട്. മൈദയുടെ ആ വെള്ള നിറം അത് നാച്ചുറലായി വരുന്നതല്ല, അത് ബ്ലീച്ച് ചെയ്തെടുക്കുന്നതാണ്. ഇതിനുപയോഗിക്കുന്ന ചില കെമിക്കലുകളുണ്ട്. അതിലൊന്നാണ് അല്ലോക്സാൻ. ഈ അല്ലോക്സാൻ എന്ന് പറയുന്നത് ലബോറട്ടറികളിൽ എലികളിൽ പ്രമേഹമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് പൊറോട്ടയുടെ 2 മുഖങ്ങളാണ്. ഒന്ന്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം. 2, നമ്മുടെ ആരോഗ്യത്തെ നിശബ്ദമായി കാർന്നു തിന്നുന്ന ഒരു മെറ്റബോളിക് ട്രാപ്പ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് ഇത് ഒരുപാട് പേരുടെ ജീവിതമാർഗമാണ്, നമ്മുടെ തെരുവോരങ്ങളിലെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ നട്ടെല്ലാണ്, സാധാരണക്കാരന് വിശപ്പടക്കാൻ കിട്ടുന്ന ഒരു വിഭവമാണ്. പക്ഷെ മറുവശത്ത് നോക്കിയാലോ, അനാരോഗ്യകരമായ കൊഴുപ്പ്, നാരുകളില്ലാത്ത മൈദ, കെമിക്കലുകളുടെ സാധ്യത, ഇതെല്ലാം ചേരുമ്പോൾ, പ്രത്യേകിച്ച് വ്യായാമം കുറഞ്ഞ ഇന്നത്തെ കാലത്ത് ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നമായി മാറുന്നു.
അപ്പോൾ എന്താണൊരു പരിഹാരം? പൊറോട്ടയെ പൂർണ്ണമായി ഉപേക്ഷിക്കണോ? ഒരുപക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വ്യക്തിപരമായി പറഞ്ഞാൽ ഇതൊരു സ്ഥിരം ഭക്ഷണമാക്കാതെ വല്ലപ്പോഴും മാത്രം കഴിക്കുന്നൊരു സ്പെഷ്യൽ ഐറ്റമായി കാണുക. കഴിക്കുമ്പോൾ അളവ് കുറയ്ക്കുക. കൂടെ നല്ലപോലെ ഫൈബറും പ്രോട്ടീനുമുള്ള കറികൾ കഴിക്കുക. ഇനി വ്യവസായ തലത്തിൽ നോക്കിയാലോ, ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും ഗോതമ്പ് പൊറോട്ട പോലുള്ള ഹെൽത്തി ഓപ്ഷനുകൾ കൊണ്ടുവരാം. പിന്നെ ഗവൺമെൻറ് തലത്തിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കുകയും വേണം. അവസാനമായി നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മളെല്ലാം ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഈ വിഭവത്തിന് അതിൻ്റെ തനിമയും രുചിയും നഷ്ടപ്പെടാതെ തന്നെ വരും തലമുറയുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ മാറാൻ സാധിക്കുമോ?